പ്രിയങ്കയെയും രാഹുൽ ഗാന്ധിയും പോലീസ് തടഞ്ഞിരിക്കുകയാണ്. എന്തിനാണിത്? അതായത് അവർ ഈ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സംഭൽ ജില്ലയിലെ ആ ഷാഹി ജമാ മസ്ജിദ് അത് സന്ദർശിക്കാൻ അവിടെ ഒരു പ്രശ്നം നടന്ന് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം അവിടെ വലിയ സംഘർഷമൊക്കെ നടന്ന് വെടിവെപ്പിൽ 6 പേര് കൊല്ലപ്പെട്ടു. അത് പോലീസ് വെടിവെപ്പാണെന്ന് ഒരു വിഭാഗം പറയുന്നു, അല്ല അക്രമകാരികൾ പരസ്പരം വെടിവെച്ചതാണ് എന്ന് പോലീസ് പറയുന്നു. എന്തായാലും അതിനെക്കുറിച്ച് വലിയ സംഘർഷവും വലിയ വാക്കുതർക്കങ്ങളും ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസും ജില്ലാ ഭരണകൂടവും. അവിടേക്ക് ബലമായിട്ട് പോകാനാണ് രാഹുലും പ്രിയങ്കയും ശ്രമിച്ചത്. അത് പോലീസ് തടഞ്ഞു. ഗാസിപ്പൂരിൽ വെച്ചിട്ട് അവരെ അതിർത്തിയിൽ വെച്ച് പോലീസ് തടയുകയും അവരെ അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് പോലീസ് തടഞ്ഞുടനെ ഇവർ പറഞ്ഞു, ശരി, ഞങ്ങൾ ഞങ്ങളുടെ വാഹനം ഉപേക്ഷിക്കാം, നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ, പോലീസ് വാഹനത്തിലെങ്കിലും ഞങ്ങളെ അവിടെ കൊണ്ടുപോകണം എന്നാണ് രാഹുലും പ്രിയങ്കയും ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, വൻ പോലീസ് സന്നാഹം അവിടെ ഉണ്ട്, അവിടേക്ക് ഈ നിരോധനാജ്ഞ നിലനിൽക്കുന്നത് കൊണ്ട് താങ്കളെയും സഹോദരിയെയും കടത്തിവിടാൻ പറ്റില്ല എന്ന് ഇവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് മുസ്ലിം ലീഗ് MP അവിടെ സന്ദർശിക്കാൻ ശ്രമിച്ചു. അവരെയും ഇതുപോലെ അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് തടഞ്ഞ് തിരിച്ചുവിട്ടു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാണ് പോലീസ് ഇതൊക്കെ തുടരുന്നത്. അവിടെ ആദ്യം ഇൻ്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരുന്നു. പിന്നെ അതുപോലെ എന്താ പറയുക, കർഫ്യൂ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് മണിക്കൂറുകളിൽ മാത്രം കർഫ്യൂവിന് ഇളവ് വരുത്തിയിരുന്നു. പിന്നെ പതുക്കെ അടുത്ത ദിവസം കർഫ്യൂവിൽ കുറേ കൂടെ ഇളവ് വരുത്തി. അതിൻ്റെ അടുത്ത ദിവസം സ്കൂളുകളൊക്കെ തുറന്ന് അങ്ങനെ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ അതിനിടയിൽ വീണ്ടും അവിടെ പുറത്തു നിന്നുള്ള ആൾക്കാർ, അതായത് സംഭലിന് പുറത്തുള്ള ആൾക്കാർ വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്, ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അക്രമികൾ ആരാണെങ്കിലും കർശനമായ നടപടി സ്വീകരിക്കും. CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് കൃത്യമായിട്ട് പോലീസിനെ ആക്രമിച്ചവരെയും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ നടപടി വരും. കൃത്യമായിട്ട് FIR ഇട്ടിട്ടുണ്ട്. പോലീസ് നടപടി പുരോഗമിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് രാഹുലും പ്രിയങ്കയും കൂടെ ഇങ്ങനെ ഇറങ്ങിയത്, അവിടെ സന്ദർശിക്കാനായിട്ട് ഇറങ്ങിയത്. തികച്ചും രാഷ്ട്രീയമായ ഒരു ഉദ്ദേശമാണ് അതിൻ്റെ പുറകിൽ. രാവിലെ 11 മണിക്കാണ് അവർ അതിർത്തിക്കടുത്ത് എത്തിയത്. ഈ MP വാഹനം ഡൽഹി മീററ്റ് എക്സ്പ്രസ് ഹൈവേയിൽ എത്തിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഈ കൂട്ടത്തിൽ നമ്മുടെ KC വേണുഗോപാൽ MPയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഇവർ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തി അവിടെ പോകണം എന്ന്. രാഹുൽ ഗാന്ധിയെ നേരത്തെയും ഇത്തരം രീതിയിൽ പ്രിയങ്കയും തടയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ 2020 ഹാത്രസ് വിഷയം, സംഘവുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്ഥലത്ത് സന്ദർശിക്കാൻ, അവിടെ വലിയ സംഘർഷം ഉണ്ടായ സമയത്ത് ആ സ്ഥലം സന്ദർശിക്കാൻ പ്രിയങ്ക ശ്രമിച്ചു. അതിൽ നിന്ന് അന്ന് അവരെ തടഞ്ഞു, പോലീസ് തടഞ്ഞു. ഇത് നിരന്തരമായിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസ് ഇവരെ തടയുന്നുണ്ട്. ഇവരെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും അവർ തടയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്, ജനങ്ങളുടെ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു ആൾക്ക് ആ ഒരു പ്രദേശത്ത് നിരോധനാജ്ഞ ഉണ്ടെങ്കിലും ആ ഒരു പ്രദേശത്തേക്ക് പോകാനുള്ള അവകാശമില്ലേ? അല്ല, അത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസ്, ജില്ലാ ഭരണകൂടം പറയുന്നത് അനുസരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ അങ്ങനെ സന്ദർശിക്കാൻ പോകില്ലല്ലോ. മുഖ്യമന്ത്രി പോലും അവിടെ എത്തണമെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അതായത് അവിടെ വരുമ്പോൾ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരത് തടയും. അതിന് തടയേണ്ട, അതായത് മുന്നറിയിപ്പ് കൊടുക്കും, ഇവിടെ വരരുത്, ഇവിടെ ഇന്ന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങ് ഇവിടം സന്ദർശിക്കുന്നത് ഒഴിവാക്കണം എന്ന് അവർ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയും വരും, ആ സന്ദർശനം ഒഴിവാക്കും. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് അത് ഒരു പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞു, ഒരു MP തടഞ്ഞു എന്നൊക്കെ പറയുന്നതിനേക്കാളും നമുക്ക് ഏതാനും ദിവസങ്ങൾ കൂടെ ഒന്ന് ക്ഷമിച്ചിരുന്നാൽ അവിടുത്തെ പ്രശ്നം പൂർണ്ണമായിട്ടൊന്ന് ആറി തണുത്തതിന് ശേഷം 6 പേരൊക്കെ വെടിവെപ്പിൽ കൊല്ലപ്പെടുക, ഒരു സംഘർഷം ഉണ്ടായി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മാത്രമല്ല അതൊരു എന്താ പറയുക, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട്, ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ആ തർക്കം നിലനിൽക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ രമ്യമായിട്ട് പരിഹരിക്കാൻ, ഒരു ശാന്തി അവിടെ ഉണ്ടാക്കാൻ, സമാധാനം ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ എന്താ പറയേണ്ട, ഊണും ഉറക്കവും കളഞ്ഞ് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയി കുഴപ്പമുണ്ടാക്കാതിരിക്കുന്നത്. അത് അങ്ങനൊരു ആക്ഷേപം അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി വിളവെടുക്കാനാണ് ഈ വരുന്നത് എന്നൊരു ആക്ഷേപം ഉയരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും BJP അത് ഉപയോഗപ്പെടുത്തും.
അപ്പോൾ അങ്ങനെ ഒരു വർത്തമാനത്തിന് ഇട കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഇതിപ്പോൾ യാത്ര തടയാനായിട്ട് പോലീസ് ഹൈവേ തടസ്സപ്പെടുത്തി. അത് വലിയ ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടാക്കി. അറിയാമല്ലോ, ഈ മീററ്റ് ഡൽഹി ഹൈവേയിൽ എപ്പോഴും വലിയ തിരക്കാണ്. വലിയ ഹൈവേ ആണ്, 6 വരി പാതയാണ്, ഒക്കെയാണ്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ബാരിക്കേഡുകളൊക്കെ ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. അതോടുകൂടി ഭയങ്കര ഗതാഗത കുരുക്കുണ്ടായി. ഇനി ഈ കോൺഗ്രസ് നേതാക്കളുടെ, ഈ പ്രതിപക്ഷ നേതാക്കളുടെ യാത്ര തടയണമെന്നാവശ്യപ്പെട്ട് സംഭാൽ ജില്ലാ ഭരണകൂടം തൊട്ടടുത്ത അതിർത്തി ജില്ലകളിലുമൊക്കെ വിവരം കൊടുത്തിരുന്നു. അവരോടുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ അധികാരികളോടും ജില്ലാ ഭരണകൂടങ്ങളോടും ഒക്കെ ആവശ്യപ്പെട്ടു, യാത്ര തടയണം, അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത്, ഇവിടെ വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അത് ഉപകാരപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അവർ ആവശ്യം ബുലന്ദേശ്വർ, അംറോഹ, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ നഗർ തുടങ്ങിയ സ്ഥലത്തെ അധികൃതർക്കും പോലീസിനുമൊക്കെയാണ് അവർ ഈ സംഭാൽ ജില്ലാ കളക്ടർ കത്ത് നൽകിയിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ തടഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കൂടി വലിയ ആരോപണങ്ങളും ഒക്കെ ഉയർത്തി. അതായത് ഈ ഉദ്യോഗസ്ഥർ അവിടുത്തെ യഥാർത്ഥ വിവരം മറച്ചു വയ്ക്കാനാണ് തങ്ങളെ തടയുന്നത്. ഞങ്ങൾ അവിടെ ചെന്നാൽ അവിടുത്തെ ശരിയായ യഥാർത്ഥ സത്യം പുറത്തു വരും, അതുകൊണ്ടാണ് തടഞ്ഞത്. കാരണം UP പോലീസ് 6 പേരെ വെടിവെച്ചു കൊന്നു. ഇതാണ് അവർ പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? എന്തായാലും അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ എന്താ പറയണ്ടേ, ഈ സംഭാലിലെ ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സമാജ്വാദി പാർട്ടി MP ഡിംപിൾ യാദവ്, നമ്മുടെ അഖിലേഷ് യാദവിൻ്റെ ഭാര്യയാണ്, ഡിംപിൾ യാദവും ഇവരോടൊപ്പം യാത്ര അങ്ങോട്ട് ചെല്ലാൻ ശ്രമിച്ചു. അവരും പറഞ്ഞു, ഞങ്ങൾ അവിടെ എത്തിയാൽ കാര്യങ്ങൾ വെളിപ്പെടുമെന്ന് UP ഗവൺമെൻറ് ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഈ യാത്ര തടസ്സപ്പെടുത്തിയത്. ഇവരെല്ലാവരും, പ്രതിപക്ഷം ഒരു പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് അതിനെ കൂടുതൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പ്രഥമ ദൃഷ്ട്യ ഒറ്റക്കാഴ്ചയിൽ എല്ലാവർക്കും തോന്നുന്നത്. എന്തായാലും അവർക്ക് പറയും. ഇതിലൊരു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ASIയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പുരാവസ്തു ഗവേഷണ വകുപ്പ്. അതെ, ഉത്തർപ്രദേശിലെ സംഭൽ സംഘർഷത്തിൽ മസ്ജിദ് കമ്മിറ്റിക്കെതിരെയാണ് അവർ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ മസ്ജിദിന്റെ യഥാർത്ഥ ഘടനയിൽ നിന്നും മാറ്റം വരുത്തിയെന്നും നിലത്തും ഭിത്തിയിലും അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ മസ്ജിദ്, ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ പള്ളിയുടെ യഥാർത്ഥ നിലയിൽ നിന്ന് പലതരത്തിലുള്ള കൃത്രിമപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ അടിയിൽ ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ചില രൂപമാറ്റങ്ങൾ വരുത്തിയെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇത്തരം സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിൽ നമ്മൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഇവിടെ എന്തുകൊണ്ട് മനുഷ്യൻ്റെ ഈ ഇത്തരം നിത്യജീവിതത്തിൽ ഈ മതവിഷയങ്ങൾ മാത്രം ഒരു സംഘർഷത്തിന് കാരണമായി തീരുന്നു എന്നുള്ളത്. ഇവിടെ പെട്രോൾ വില ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് വിഷയങ്ങൾ, വിലക്കയറ്റമുണ്ട്, സമരം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളില്ലായ്മ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സൈലൻ്റായിട്ട് നിൽക്കുകയും ഇത്തരം കാര്യങ്ങൾ പൊങ്ങി വരുകയും ചെയ്യുന്നതിൽ ശരിക്കും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ ശരിക്കും ദുഃഖിക്കണ്ടേ? തീർച്ചയായിട്ടും അത് നമുക്ക് തീർച്ചയായിട്ടും ദുഃഖം തോന്നേണ്ട ഒരു കാര്യമാണ്, ദുഃഖം അനുഭവപ്പെടേണ്ട കാര്യമാണ്. മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാവർക്കും അതിൽ ദുഃഖമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് തന്നെ ഒരു രാഷ്ട്രീയ ക്രമം മാറി വരികയാണ്. മതം, ജാതി, പ്രദേശം, ഭാഷ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വലിയ സ്വാധീനം വരികയാണ് രാഷ്ട്രീയത്തിൽ. അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ, എന്താ പറയുക, ഉറങ്ങിക്കിടക്കുന്ന വിഷയങ്ങളെ കുത്തി ഉണർത്തി എഴുന്നേൽപ്പിച്ച് അതിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റുന്ന പ്രക്രിയ ലോകത്തെല്ലായിടത്തും നടക്കും. അതിവിടെ മാത്രമല്ല, നമ്മളിവിടെ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. ഭാഷാപരമായിട്ട് വേറൊരു രീതിയിൽ നടക്കും. ലോകത്ത് അങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പല വംശീയമായ പ്രശ്നങ്ങൾ നമുക്കതിൽ ദുഃഖമുണ്ടെന്നും രേഖപ്പെടുത്തി ചേട്ടൻ പറഞ്ഞല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനുഷ്യനെ ബോധവൽക്കരിക്കുക അല്ലാതെ വേറെ വഴിയില്ല. അതാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തി സമാധാനപൂർവ്വം സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തുക. ഇപ്പം അയോധ്യ ഉദാഹരണത്തിന്, ഒരു വാസ്തവത്തിൽ അതിൻ്റെ വിധിയുടെ മെറിറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ശാന്തി അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാനുള്ള വിധിയാണ് അവിടെ വന്നത്. രണ്ട് കൂട്ടരെയും മുറിവേൽപ്പിക്കാതെ, രണ്ട് കൂട്ടരുടെയും വൈകാരികമായ വിശ്വാസപരമായ കാര്യങ്ങൾ
മുഖവിലക്കെടുത്തുകൊണ്ട് കോടതി വളരെ സമർത്ഥമായി എന്താ പറയുക രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിധി പറഞ്ഞു അല്ലേ. അതുപോലെ ഇത്തരം വിഷയങ്ങളെല്ലാം രണ്ടുപേരെയും വിളിച്ചിരുത്തി സംസാരിച്ച് രണ്ടുപേർക്കും സ്വീകാര്യമായ, രണ്ടുപേർക്കും തർക്കങ്ങളില്ലാത്ത ഒരു പദ്ധതി, ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. അതത്ര എളുപ്പമല്ല. അതിന് മനുഷ്യൻ്റെ സഹകരണം വേണം, മതമേലധ്യക്ഷന്മാരുടെ സഹകരണം വേണം, ഭരണകൂടം വളരെ നിഷ്പക്ഷമായിട്ട് അതിൽ ഇടപെടണം, ഒരു തരത്തിലുള്ള പക്ഷപാതവും അതിൽ പാടില്ല, മതപരമായ ഒരു സ്വാധീനവും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ ആർക്കിയോളജിക്കൽ പുരാവസ്തു വകുപ്പിനൊക്കെ ഈ കാര്യത്തിൽ വലിയ സംഭാവന ചെയ്യാൻ പറ്റും. ഇപ്പോൾ KK മുഹമ്മദ് എന്ന വ്യക്തി വലിയ സംഭാവന ചെയ്തതുകൊണ്ടാണ്, അദ്ദേഹം സത്യമായിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് അയോധ്യയിൽ സമാധാനം, ശാന്തി എന്നിവ പുലരുന്ന ഒരു വിധി ഉണ്ടായത്. ഇല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഉണ്ടാകുക, വലിയ ദോഷങ്ങൾ അതിന്മേൽ ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ രാഹുലും പ്രിയങ്കയും കുറേ കൂടി സമചിത്തതയോടുകൂടി ബുദ്ധിപൂർവം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം. വെറും രാഷ്ട്രീയ നേട്ടത്തിന് അതിനെ ഉപയോഗിക്കരുത്, രാഷ്ട്രീയ ലാഭത്തിന് അതിനെ വിനിയോഗിക്കരുത്. മറിച്ച് ഒരു സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സംഘർഷരഹിതമായ ഒരു ഭൂമികയിലേക്ക്, ഒരു എന്താ പറയേണ്ട, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാം. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ അതെ, എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ ചിന്തിക്കട്ടെ. രാഹുലും പ്രിയങ്കയും മാത്രമല്ല, മോഡിയും അമിത്ഷായും അങ്ങനെ ചിന്തിക്കട്ടെ.